നമസ്കാരം. സംസ്ഥാനത്തെ 31 ക്ഷേമനിധി ബോർഡുകളിൽ 15ഓളം ബോർഡുകൾ ഗുരുതര പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിവിധ ബോർഡുകൾ പെൻഷൻ കുടിശ്ശികയായി നൽകാനുള്ളത് 2200 കോടി രൂപയാണ്. ചുമട്ടുതൊഴിലാളികൾക്ക് ബജറ്റിൽ വിഹിതം പോലുമില്ല. 35 ലക്ഷം തൊഴിലാളികൾക്ക് അംശാദായ തുക മടക്കി നൽകാനൊന്നുമില്ല. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും കിട്ടാത്ത അവസ്ഥയാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാരിന്റെ മുൻഗണന എന്താണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അടിയന്തര പ്രമേയം നിയമസഭയിൽ ചർച്ച ചെയ്തില്ല. തുടർന്ന് സഭ നിർത്തി. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ അവരുടെ ജീവിത സായാഹ്നത്തിൽ ഭക്ഷണത്തിനും മരുന്നിനും ആരുടെയും മുന്നിൽ കൈനീട്ടാതിരിക്കാനാണ് രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ കേരളം നിരവധി ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചത്. തൊഴിൽ വകുപ്പിന് കീഴിൽ 16ഉം തൊഴിൽ വകുപ്പിന് പുറത്ത് 15ഉം ക്ഷേമനിധി ബോർഡുകളുണ്ട്. എത്ര ലാഘവത്തോടെയാണ് ധനകാര്യമന്ത്രി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തെ കണ്ടത്. കട്ട് ചെയ്തിറങ്ങാൻ വേണ്ടിയാണ് പറയുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. നിങ്ങൾ മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടി അല്ലാതെ ഒരു കണക്കുകളും ഞങ്ങളിവിടെ പറയില്ല. 1 കോടിയിലധികം തൊഴിലാളികളാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിലുള്ളത്. 31 ക്ഷേമനിധി ബോർഡുകളിൽ 15ഓളം ബോർഡുകൾ ഗുരുതര പ്രതിസന്ധിയിലാണ്. എന്തിനാണ് മന്ത്രി അത് മറച്ചുവെക്കുന്നത്? 7ഓളം ബോർഡുകൾ പൂട്ടുന്നതിന് സമാനമായി നിൽക്കുകയാണ്. നിങ്ങൾ തന്നെ മറുപടിയിൽ തന്നെ 2200 കോടിയോളം രൂപ പെൻഷൻ കുടിശ്ശികയായി വിവിധ ബോർഡുകളിലുണ്ട്. മന്ത്രി വായിച്ചത് നന്നായി നടക്കുന്ന ചില ക്ഷേമനിധി ബോർഡുകളെ കുറിച്ചാണ്. 35 മുതൽ 45 ലക്ഷം വരെ തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ പൂട്ടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടും മന്ത്രി മറുപടി നൽകിയില്ല. 1392 കോടി രൂപ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുള്ളത്. 14 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായത്. പെൻഷനും വിവാഹ ആനുകൂല്യങ്ങളും മരണാനന്തര ആനുകൂല്യങ്ങളും ചികിത്സാ ധനസഹായം ഉൾപ്പെടെ നിരവധി സഹായങ്ങൾ കൊടുത്തിട്ട് 14 മാസത്തിൽ അധികമായി. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? 20 ലക്ഷം പേരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ളത്. അതിൽ 5 ലക്ഷത്തിലധികം പേരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ആ അപേക്ഷയ്ക്ക് മറുപടിയില്ല. എന്നിട്ടാണ് ഈ വിഷയം കൊണ്ടുവന്നതിന് ധനകാര്യമന്ത്രി പ്രതിപക്ഷത്തെ പരിഹസിക്കുന്നത്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശിക 493 കോടി രൂപയാണ്. 3 ലക്ഷത്തിലധികം അപേക്ഷകളാണ് കർഷക തൊഴിലാളി ബോർഡിൽ കെട്ടിക്കിടക്കുന്നത്. 60 വയസ്സ് പൂർത്തിയായവർക്ക് 6 വർഷമായി അവർ അടച്ച അംശാദായ തുക പോലും നൽകിയിട്ടില്ല. എന്നിട്ടാണ് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നത്. 32 കോടിയുള്ള കർഷക തൊഴിലാളി ബോർഡിന്റെ ബാധ്യത 500 കോടി രൂപയാണ്. ഈറ്റ, കാട്ടുവള്ളി തൊഴിലാളികൾക്കും കുടിശ്ശികയുണ്ട്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പ്രസവ സഹായവും പെൻഷനും കുടിശ്ശികയുമാണ്. 3 മാസമായി പെൻഷൻ നൽകുന്നില്ല. കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 28 കോടി രൂപ വരെ ബാധ്യതയാണ്. 2025 വരെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പണം നൽകാനുണ്ട്. കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡും അപകടത്തിലേക്ക് നീങ്ങുകയാണ്. കൈത്തറി തൊഴിലാളികൾക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. 2023 വരെ വിരമിച്ച അംഗനവാടി ജീവനക്കാർക്ക് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 2024 വിരമിച്ചവർക്ക് 10 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഇത് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ തന്ന മറുപടിയാണ്. അംഗൻവാടി ജീവനക്കാർക്ക് നയാ പൈസ കൊടുത്തിട്ടില്ല. ഇതിനൊന്നും മന്ത്രി മറുപടിയില്ല. ഖാദി ക്ഷേമനിധി തൊഴിലാളികൾക്ക് നൽകാനുള്ളത് 14.61 കോടി രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത്. ചുമട്ടുതൊഴിലാളികൾക്ക് ഇത്തവണത്തെ ബജറ്റിൽ തുക വരുത്തിയിട്ടില്ല. 2022-23, 2023-24 കാലങ്ങളിലും സർക്കാർ പണം നൽകിയില്ല. പകുതിയോളം ക്ഷേമനിധി ബോർഡുകളാണ് അപകടത്തിലായിരിക്കുന്നതെന്ന് കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപണം ഉന്നയിച്ചു.